ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ ഒറിജിനൽ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ട് മേരി ഒരു ലെറ്റർ ആയിട്ട് നമ്മുടെ അവിടുത്തെ ധ്രുവൻ എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ധ്രുവന്റെ പേര്, ഒറിജിനൽ പേര് ഇതിലെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ധ്രുവന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. ഇതെന്താ ചോദിക്കുമ്പോ അച്ഛൻ തന്ന കത്താണ് എന്ന് പറയുമ്പോ, ഷോ ഈ അച്ഛനെ വേറെ പണിയൊന്നും ഇല്ലേ, ഇപ്പൊ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ തൊഴിലാളികളുണ്ട്, ഇനി ഒരാളെയും കൂടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ സാറേ ഇവിടെ ഇപ്പൊ ഇല എടുക്കുന്ന സമയമല്ലേ, അപ്പൊ ആ സമയത്ത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ, അച്ഛൻ പറഞ്ഞിട്ടാണ്, ആളെ വിളിക്ക് എന്ന് പറയുമ്പോ നമ്മുടെ വേദയായിരിക്കും കേട്ടോ. വേദനെ കാണുമ്പോ തന്നെ ധ്രുവൻ ഒന്ന് അടിമുടി നോക്കാണ്. വേദയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. ധ്രുവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എവിടെയാ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത്? അത് ഞാൻ കോടതിയിലോ കോടതിയിൽ വക്കീലിന്റെ ഓഫീസിൽ സ്ലീപ്പറായിട്ട്. ഓ എവിടാ? അത് കൊല്ലത്തോ? അല്ല, ആറ്റിങ്ങലാണോ കൊല്ലത്താണോ? ആറ്റിങ്ങലാണ്. ശരി, എന്ന് നാളെ തൊട്ട് ജോലിക്ക് ജോയിൻ ചെയ്തോ എന്ന് ധ്രുവം പറയുന്നുണ്ട്. വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ധ്രുവം മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തോ ഒരു വശപശക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ കാണിക്കാൻ പോണത് നമ്മുടെ വേദ ഒരു ഷർട്ടും ഒരു മുണ്ടൊക്കെ ഉടുത്തിട്ട് നമ്മുടെ തേയിലത്തോട്ടത്തിൽ തേയിലെടുക്കാൻ പോണ ചേച്ചിമാരെ പോലെ കറക്റ്റ് വേഷം ഇട്ട് വരും കേട്ടോ. അത് കാണുമ്പോ നമ്മുടെ വിക്രം പറയണ്ട, ആഹാ അടിപൊളി മോഡല്, നമ്മുടെ തേയിലെടുക്കുന്ന സമയത്ത് മോഡലായിട്ട് പരിസ്ഥിതിയിലൊക്കെ വെക്കാം, ഈ ചായപ്പൊടിയുടെ പരിസ്ഥിതിയിൽ വെക്കുന്ന പോലെ. ആ സമയത്ത് മേരി പറയണ്ട, കളിയാക്കണ്ട സാറേ, നോക്കിയേ ഞാൻ തിരിച്ചിവളെ വേദന ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്ക് അയ്യോ എന്റെ ഭാര്യ കരിഞ്ഞുണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ വേദ, എന്തായാലും ഞാൻ പോയിട്ട് വരാൻ കേട്ടോ വിക്രം. ശരി, നീ ഓക്കെ ആണല്ലോ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല വിക്രം. അല്ല, അച്ഛൻ പറഞ്ഞ ജോലിക്ക് പോകുന്നില്ലേ വിക്രം? പോണം, അതിനാണല്ലോ ഏട്ടൻ വന്നിരിക്കണത്. ശരിയെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ വേദ പോകുന്നുണ്ട്. ആ സമയത്ത് ധ്രുവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇന്ന് വേദ വരുമല്ലോ, വേദന കാണാലോ എന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പൊ വേദ വരുമ്പോഴേക്കും ധ്രുവൻ ആ വേഷത്തിൽ കാണുമ്പോ വേദത്ത് പറയണ്ട, ആഹാ ഇന്നലെ സാരി ഉടുത്തിനേക്കാളും ഭംഗിയുണ്ടല്ലോ, നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലെങ്കിലും നിന്റെ പൊക്കത്തിനും വണ്ണത്തിനൊക്കെ കറക്റ്റ് വേഷം ഇത് തന്നെയാണ്. അപ്പൊ മേരി പറയണ്ട, സാറേ എങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ സാറേ എന്നിങ്ങനെ പറയാണ്. ശരി, മേരി എല്ലാം കാണിച്ചു തരും, പെട്ടെന്ന് പഠിച്ചോളാം കേട്ടോ. ശരി എന്ന് പറയാണ്. അങ്ങനെ വേദക്ക് മേരി ഒരു ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട, ആ ഒരു വിഷയം വെച്ച് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കാണ്. വേദ പെട്ടെന്ന് തന്നെ അതെല്ലാം തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ധ്രുവൻ ദൂരത്ത് നിന്ന് വേദനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, പക്ഷെ അതല്ല, ഇവർ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ധ്രുവന്റെ മനസ്സിലൊരു തോന്നുവാണ്, ഇവര് സ്നേഹിച്ചു വന്നതാണല്ലോ, ഇവന്റെ ലവറെ അങ്ങോട്ട് തീർത്ത് കളയാം, എന്നിട്ട് ഇവളെ സ്വന്തമാക്കിയാലോ, അല്ലെങ്കിൽ തോട്ടത്തിൽ വരുന്ന സുന്ദരിമാരൊക്കെ തനിക്കാണല്ലോ അവകാശപ്പെട്ടത്, ഈ സുന്ദരിമാരെയൊക്കെ വളച്ചെടുക്കാൻ തനിക്കൊരു പ്രത്യേക കഴിവുണ്ടല്ലോ. തോട്ടത്തിലെ സുന്ദരിമാര് പെട്ടെന്ന് അങ്ങനെ വരാറില്ല, എല്ലാം കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരുടെ അമ്മയാണല്ലോ വരുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുത്തിനെ കാണുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോ ഇതും അതുപോലെ ആകും. അതിനു മുമ്പ് തന്നെ ഇവളെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സ്വന്തമാക്കണം എന്ന് ധ്രുവം വിചാരിക്കാനും. അങ്ങനെ വേദന സ്വന്തമാക്കാൻ വേണ്ടി ധ്രുവൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വേദന അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ ആരുമല്ല, നമ്മുടെ വാസവനായിട്ട് വരാൻ പോണത്. അതായത് നമ്മുടെ ശ്രീയും അതുപോലെ തന്നെ മറ്റേ ശ്രീനിയൊക്കെ അറിയുന്നുണ്ട് ഇവരിവിടെ ഉള്ള കാര്യം. പക്ഷെ അവരെക്കാളും മുമ്പ് നമ്മുടെ വാസവന് എവിടെയാണെന്നുള്ള കാര്യം അറിയുന്നുണ്ട്. അപ്പൊ ഈ ശ്രീനിയൊക്കെ എത്ര മുമ്പ് ഇവര് രക്ഷിക്കാൻ വേണ്ടി വാസവനാണ് അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ വേദനയും വിക്രത്തിനെ രക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ വാസവൻ തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഈ ധ്രുവനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ തോട്ടത്തില് ഇത് ചെയ്യാനായിട്ട്. അവിടെ പണി കഴിഞ്ഞിട്ടും വിക്രത്തിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ജോലിക്കാർത്തൊക്കെ പറയും. അപ്പൊ വേദ വീട്ടിൽ ഒറ്റക്കായിരിക്കുമല്ലോ, പിന്നുള്ളത് അനിയൻകുട്ടനാണ്, അവനെ ബോധം ഇപ്പൊ ചെറുതായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ഇപ്പൊ എന്തായാലും കണ്ടാലും കേട്ടാലും ആർക്കും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വിക്രത്തിന് മാക്സിമം പണി കൂടുതൽ കൊടുത്ത് വേദന ആ സമയത്ത് മുതലെടുക്കാൻ വേണ്ടി നോക്കാണ് നമ്മുടെ ധ്രുവൻ കേട്ടോ. പക്ഷെ വേദ എന്താണെന്നോ ആരാണെന്നോ ഒന്നും തന്നെ ധ്രുവൻ അറിയില്ല. വേദയുടെ അച്ഛൻ മാത്രം മതിയല്ലോ ധ്രുവന്റെ ഒരു കൈക്ക്, അദ്ദേഹത്തിന്റെ ഒരു കൈക്കിലല്ലോ ധ്രുവൻ. അതുകൊണ്ട് തന്നെ അതൊന്നും അറിയാത്ത ധ്രുവനാണെങ്കിൽ വേദന കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി വരാമെന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. പക്ഷെ അതിനു മുമ്പ് വേദ അവിടെ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. അത് വേറൊരു ഭാഗം. എന്താണ് നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.